ഹലോ മൈ ഡിയർ തക്കട് ഗ്രൂഡേഴ്സ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒട്ടും സ്ട്രെസ്സില്ലാതെ ഭയങ്കര കാമായിട്ടുള്ളൊരു വൈകുന്നേരമായിരുന്നു ഇത്. അതിന് കാരണം ഈ ഒരു പ്ലേസ് തന്നെയാണ് എൻ്റെ വീട്. നമ്മൾ ചില കോട്സിലൊക്കെ വായിക്കില്ലേ, നമുക്ക് നമ്മളെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി, ആ പഴയ കളിയും ചിരി എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ജസ്റ്റ് ഒരു കോട്സ് ആയിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആളായിരുന്നു ഞാനും. ബട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലിങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് അതൊന്നും ജസ്റ്റ് ഒരു വരികളല്ല, അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനല്ലേ പണ്ടുതലേ വീട്ടിലുള്ള സമയത്താണെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ താളി ഇങ്ങനെ തേക്കുമായിരുന്നു. അപ്പോൾ താളി തേച്ചിട്ട് ബാക്കിയുള്ള താളീൻ്റെ ആ ഒരു ചണ്ടില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ കാലൊക്കെ കഴുകും. അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ കാര്യമുണ്ടോ എന്നൊന്നും അറിയില്ല. അങ്ങനെ താളിയൊക്കെ സെറ്റ് ചെയ്ത ശേഷം അമ്മേനെ വിളിച്ചിട്ടോ താളി ഒന്ന് തേച്ചിടാൻ വേണ്ടി. അപ്പോൾ അമ്മമാരുടെ തനിക്കുണങ്ങ് കാണിച്ചു. അതായത് കുറച്ച് എണ്ണ എടുത്ത് ഞാൻ അറിയാണ്ട് തലയിലോട്ട് അങ്ങ് ഒഴിച്ചു. അതിൻ്റെ കരച്ചിലും വിളിയാണ് കണ്ടത്. അമ്മയ്ക്ക് പണ്ടുതലേ ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, മുടി കെട്ടാനായാലും എണ്ണ തേക്കാനായാലും താളി തേക്കാനായാലും. പക്ഷെ ഞാൻ ഇരുന്ന് കൊടുക്കില്ല. അതായത് അമ്മ ഇങ്ങനെ ഇടയിലോട്ട് എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് എണ്ണ തേക്കൽ. അതെടുത്ത് ഞാൻ അറിയാണ്ട് ചെയ്യുക, അതുകൊണ്ട് ഞാൻ ഇരുന്ന് കൊടുക്കലില്ല. പിന്നെ എൻ്റെ തലയിലിട്ടില്ല, എനിക്കിതൊരു ബാഡ് സ്മെൽ ഫീൽ ചെയ്തത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഇനി താളിയാക്കി പാത്രത്തിൽ നിന്നും കൊണ്ട് എനിക്ക് കല്ലിനെ വരെ കുറ്റം പറഞ്ഞു താളി വരച്ച്. അപ്പോഴത്തേക്ക് അതല്ല, നമ്മൾ പിന്നെ കേക്ക് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുഴച്ചിട്ടാണ് ഞാൻ താളി തേക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആയിരുന്നു തലയിലൊക്കെ ആ ഒരു സ്മെല്ല്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഡ്രസ്സ് എന്നുള്ള എനിക്ക് ഓൺലൈൻ സ്റ്റുഡൻറ്റ് ചെയ്ത് തന്നെ കേട്ടോ. ആളുടെ വീട്ടിൽ നിന്നുള്ള പോയായിരുന്നു. ആളുടെ വീട് വയനാടാണ്, പക്ഷേ ആൾ കാസർഗോഡാണ് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെയാണ് പോയത്. അപ്പോൾ അവിടെ ഇവിടുന്ന് അടുത്താണ്. അപ്പോൾ ആൾ ഒരു രാത്രി കൊണ്ട് എനിക്ക് ചെയ്ത് തന്നെ കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മണിക്കൂട്ടൻ്റെ കൂടെ കുറച്ച് സമയം പിന്നെ കേക്ക് സെറ്റ് ചെയ്തിട്ടോ. നേരത്തെ കൊച്ചു വെച്ചും മതി, അതൊക്കെ നമ്മൾ ചുട്ടു. നമ്മൾ സ്ഥിരമായി കത്തിക്കുന്ന തൂക്കുവിളക്കിലാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ മാറ്റി മാറ്റി കത്തിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ കയറിക്കൂടലിന് ഒരുപാട് കിട്ടിയത് വിളക്കാണ്. അപ്പോൾ ആ വിളക്കൊക്കെ ഉപയോഗിക്കാണ്ട് ഇത് മോശമായി പോകുന്നുണ്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റും. പിന്നെ അതിന് ശേഷം നേരെ അമ്മമ്മേൻ്റെ റൂമിലേക്ക് പോയി ഒരുപാട് സമയം അവിടെ ഇരുന്നു.